എടി സജിമോളെ, നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ? അത് ബോറ. എന്നാലും നാം തമ്മിലുള്ള ഇരിപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത്? ഞാൻ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ താലിയെടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മയിരിക്കും. ഇവിടെയും ഒന്നും കാണുന്നില്ല. ഞാനിപ്പോ കണ്ടല്ലോ. എടാ ശൈത്താനെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഈ ദ്രോഹി വന്നെന്നെ. ഇബ്ലീസേ, നീ എത്രക്കായോ? എളിയമ്മ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറ്റാൻ കൊള്ളത് ഹിമാർ. ഈ വീടുമായുള്ള നിന്റെ ബന്ധം ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിന് നീ ഇപ്പൊ മൊയ്യല്ലോ. എടാ നൂർക്കോലി, പോയി കത്തിനെ അടിച്ചോണ്ടാ. റംലത്തിന് മൊഴിചെല്ലാനും എന്തിന്? തോന്നുമ്പോഴൊക്കെ നിക്കാതെ കഴിക്കാനും മൊഴിചെല്ലാനും ഞാനെന്താ ചന്ത ചെറുക്കാനാണോ? നീ വലിയൊരു സുജായി. നിന്റെ മഹത്വമാണാ ഞാനിപ്പോ കണ്ടത്. എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമല്ലോ. എങ്കിൽ തടി ചീത്തയാക്കാതെ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. റംലത്തിന്റെ മൊഴി ഉടനെ ചൊല്ലണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ചെയ്ത തെറ്റിന് ഞാനും റംലത്തും ശിക്ഷ അനുഭവിക്കണം അല്ലേ? പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു വരച്ച് എന്നെ കയറി പിടിച്ചിട്ടും. വേണ്ടടാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് നിന്റെ വിശദീകരണം ആവശ്യമില്ല. അറിഞ്ഞു മോളെ, ഉറങ്ങിക്കിടക്കായിരുന്നു നിന്റെ ഇളമിയെ നിന്റെ കെട്ടിയും കയറി പിടിച്ചു. ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. നിന്റെ എളിയമാണ് എന്നെ കയറി പിടിച്ചത്. ചെയ്ത തെറ്റുകളൊന്നും പോരാഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം. എടാ, ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യാമോഹം നീ ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിൽ നീ ഇപ്പൊ തന്നെ മൊയ്യിടണം. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിൽക്ക്. നിൽക്കവിടെ. ഈ നിമിഷം മുതൽ നീ റംലത്തിനെ കാണാൻ പാടില്ല. നിങ്ങളുടെ മകൾ റംലത്തിന്റെ മൊഴി 1 ചൊല്ലി 2 ചൊല്ലി മുത്തലാക്ക് 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്താ നീ എവിടെയോ പോവാനുള്ള ഒരുക്കം പോലെ? അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കോ? നിങ്ങളെപ്പോലെ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൂടെ താമസിക്കുന്നതിലും ഭേദം വല്ല വിഷവും വാങ്ങിത്തന്ന് മരിക്കുകയാണ്. ഓ, അത്രയ്ക്ക് ചൂടാവാതെ. നീ മരിക്കുന്നതും മരിക്കാതിരിക്കുന്നതും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ സമയം നീ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ നടത്തിയ നാടകത്തിന്റെ രഹസ്യം കുറച്ചു ദിവസം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ഇല്ല, ഞാൻ പോകും. നീ പോവേ? ഈ വീടിന്റെ പുറത്ത് നീ കാലുകുത്തിയാൽ അന്ന് നിന്റെ മയ്യത്തായിരിക്കും.
ആ ദജ്ജാലപ്പൂവിന്റെ മോളെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചു അല്ലേ? എനിക്ക് അവളെ ഇഷ്ടമാണ്. നിന്റെ ഒരു ഇഷ്ടം. ഈ ദജ്ജാലപ്പൂ ആരാണെന്ന് നിനക്കറിയാമോ? അങ്ങാടി പിള്ളേരോടൊപ്പം എച്ചിലത പറക്കുകയും കടത്തിലേക്ക് കിടന്ന് ഉറങ്ങി വളർന്നവനാണ് അവൻ. 10 ചില്ലിക്കാശിന് വേണ്ടി ആരെ എന്ത് ചെയ്യാൻ പഠിക്കാത്ത നീചൻ. എടാ, നിന്റെ റംലത്തിന്റെ ഉമ്മ മരിച്ചെങ്ങനെയാണെന്ന് നിനക്കറിയാമോ? വേറും ഒരു തേങ്ങയുടെ തർക്കത്തിന്റെ പേരിൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന അവളെ ഒറ്റ ചവിട്ടിൽ കൊന്നു കളഞ്ഞാണ് അവൻ. ദജ്ജാലബു തെറ്റ് ചെയ്തതിന് റംലത്ത് എന്ത് പഴിച്ചു? അവളൊന്നും പഴിച്ചില്ലടാ. പക്ഷേ നിന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന വരുമ്പോ ആങ്ങളെ ദജ്ജാലപ്പൂവിന്റെ മരുമോനാണെന്ന് പറയുന്നത് എനിക്ക് ഒരു നാണക്കേടാണ്. ബാപ്പ ഇത്രയ്ക്ക് പറയുന്ന സ്ഥിതിക്ക് നിനക്ക് ആ ബന്ധം വേണ്ടെന്ന് വെച്ചുകൂടെ സുൽഫി? ഞാൻ അവളെ സ്നേഹിച്ചു പോയി. എന്നാ അത് തന്നെ നടക്കട്ടെ. പക്ഷെ ഒന്ന്, ദജ്ജാലപ്പൂവിന്റെ മരുമകനാകുന്നതിന് മുമ്പ് അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ മരിച്ചിരിക്കണം. ദജ്ജാലപ്പൂവിന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാം നീ വിചാരിക്കണ്ട. ഈ വീടുമായിട്ടുള്ള നിന്റെ എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ബാപ്പ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ നിനക്ക് പറ്റുന്നില്ലേ? മോനെ, പൊയ്ക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇനി എന്റെ മയ്യത്ത് കാണാൻ കൂടി നീ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പൊരുത്തമല്ല. അബ്ദുള്ള കുഞ്ഞിക്ക, എന്താ എന്തിനാണ് ഇതൊക്കെ? കല്യാണം നടക്കൂല. അതെന്താണോ കുഞ്ഞായ? എന്താണെന്നോ? അവരെല്ലാം മാനവും മര്യാദയായിട്ട് കഴിഞ്ഞു കൂടുന്നവരാ. ഒരു അലവലാതി കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഒരുക്കമല്ലെന്ന് മനസ്സിലായോ? അലവലാതി കുടുംബമോ? വേണ്ടാതിനും പറയരുത്. പിന്നെ എന്തോ പറയാനാ? കെട്ടിയ പെണ്ണിന്റെ എളിമാനെ കേറി പിടിക്കുന്ന ആങ്കിടാങ്ങളെ പറ്റി ഈ ദുനിയാവിന്റെ ഭൂമിശാസ്ത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സുൾഫിക്കറിന്റെ കഥകൾ ഈ നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കാണ്. ആ വീട്ടുകാർ അന്തസ്സുള്ളവരായതുകൊണ്ട് എന്റെ ഈ തടിക്ക് പരിക്ക് പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. മനസ്സിലായ? നീ എന്തിനാ കരയുന്നത്? നേരത്തെ പ്രതീക്ഷിക്കാത്ത ഒന്നും നടന്നിട്ടില്ല. അല്ല, ഇതാരും നമ്മുടെ കിളിയല്ലേ? പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ പോലെ ആയല്ല. എന്ത് പറ്റി? നമ്മുടെ പഴയ കിളിയിലേക്കുന്നു. സുൽഫിക്ക പോയതോടെ ബസ്സിലെ ജോലി പോയി. ആകെ പരുവല്ല. ചായ കടന്തരോ മാഷെ? ഇന്നൊരൊക്കെ നാളെ കട. അതാണ് ഇവിടുത്തെ നിയമം. ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇവിടെ കൂടിക്കോ നമ്മുടെ ഒരു സഹായത്തിന്. നിന്നോ പകയാ. ശമ്പളവും കിമ്പളവും കിട്ടിയില്ലെങ്കിലും തീറ്റയ്ക്കൊന്നും ഒരു മുട്ടും വരില്ല. വയറെപ്പോഴും വീപ്പക്കുറ്റി പോലെ കൊണ്ട് അടക്കാം. കിളിക്കതല്ലേ വേണ്ടു. ദേ ഇവിടെ ഈ ബെഞ്ചിമേലിരുന്ന് ആഹാരത്തിന് കുറ്റം പറഞ്ഞിട്ട് പോയത് ഓർക്കണ്ടോ? ഓശിന് നിന്നല്ലേ പരിചയം. അതിവിടെ നടക്കും. എന്നിട്ട് പണ്ടാരെങ്കിലും ആവട്ടെ, വേച്ചിട്ട് തല കറങ്ങുന്നു. ഒരു ചായ തന്നെ. കിളി സാറിന് ഒരു സ്പെഷ്യൽ. ഇപ്പൊ കിളിയല്ലല്ലോ, സാധാരണ മതി. ഒരു വട കൂടി. വട വേണ്ട. ആ ഇവിടുത്തെ ബില്ല് പറ. 10 രൂപ. സാറ് നാളെ വരണം. ആ ഡാ, ഇവനെ കൂടെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോക്കോ. അരിശ്രീ തന്നെ തുടങ്ങിക്കോ. അരിശ്രീ. പിന്നെ അവൻ വിറകിന്റെ പരിപാടി. ആദ്യം അരിയാട്ടില്. ഡാ ചെല്ലേ. അരിയാട്ടിലാണ് എന്നെ കൊണ്ടുപോണത്. മേലെ അനങ്ങാതെ തിന്ന് ശീലിച്ചു പോയി. അതാ. മോളെ, എത്ര നാളെന്ന് കരുതിയിട്ടാ നീ ഇങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരിക്കുന്നു? എനിക്കൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അല്ല, നീ ഒന്നും കഴിച്ചില്ലേ? ഏത് സമയത്തും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഒരു നേട്ടം? ആ ഇബിലീസിന്റെ കുടുക്കിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത്?
അവനേക്കാൾ നല്ലൊരു പിയാപ്പിളയെ നിനക്കുണ്ടാക്കി തരാൻ ബാപ്പാക്ക് കഴിയുമോളെ. വേണ്ട ബാപ്പ, ഇനി ഒരു കല്യാണക്കാര്യം ബാപ്പ എന്നോട് പറയരുത്. പറയണ്ടേ? കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ഞാൻ പെട്ടെന്നങ്ങ് മയ്യത്തായി പോയാല് നിനക്കൊരു തുണ വേണ്ടേ? എല്ലാം നിന്റെ നല്ലതിനാണെന്ന് കരുതി വിഷമിക്കാതെ ചോറ് തിന്ന്. നിങ്ങളുടെ മകൾ റംലത്തിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. തട്ടുണ്ടോ? നേരെ പിടിച്ചു. പേർക്കെന്നല്ല തട്ടൊക്കെ ഇടുന്നൊരു കാര്യം എന്തു മോളെ. സമയായി മോളെ, പുറപ്പെട്. വരൂ. ആദ്യമായി ഈ വീട് വിട്ടോൾ താമസിക്കുന്നത്. എന്റെ ഉമ്മയുടെ കാലം മുതൽക്കേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ചേനാച്ചി. ഇരിക്കുമോ? കുടിക്കുമോളെ.